ചുരുക്കത്തിൽ 1780 കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരേ ഒരു നക്ഷത്ര സംഘത്തെ മാത്രം കണ്ടെത്തിയിട്ട് ഇതാണ് നമ്മുടെ പ്രപഞ്ചം എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ പ്രപഞ്ചം. അന്നും വിശുദ്ധ ഖുർആൻ ശക്തമായ തിരുത്തലുകൾ അതിന് നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം ഖുർആനിൽ പരാമർശമുള്ളത് വസ്സമാഇ ദാത്തുൽ ബുർജ് എന്നല്ല. ഓക്കെ, സുപരിചിതമായ സൂറത്താണ് സൂറത്തുൽ ബുറൂജ്. വസ്സമാഇ ദാത്തുൽ ബുർജ് എന്നല്ല ഖുർആൻ പറഞ്ഞത്. ഖുർആൻ നേരത്തെ തന്നെ പറഞ്ഞു. അത് 6-ാം നൂറ്റാണ്ടിലാണ് ഖുർആൻ ഈ ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ പറഞ്ഞത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വസ്സമാഇ ദാത്തുൽ ബുറൂജ് എന്നാണ്. ബുർജും ബുറൂജും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബുർജ് എന്ന് പറഞ്ഞാൽ ഏകവചന പ്രയോഗമാണ്, ബുറൂജ് എന്ന് പറഞ്ഞാൽ ബഹുവചന പ്രയോഗമാണ്. അപ്പൊ 6-ാം നൂറ്റാണ്ടിൽ തന്നെ ഖുർആൻ നേരത്തെ തന്നെ പറഞ്ഞു നക്ഷത്ര സംഘം ഒന്നൊന്നുമല്ല, ധാരാളം നക്ഷത്ര സംഘങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം എന്നാണ് വസ്സമാഇ ദാത്തുൽ ബുറൂജ് എന്ന ആയത്തിന്റെ അർത്ഥം. പക്ഷെ അപ്പൊ 1700 കാലഘട്ടങ്ങളിൽ ഖുർആൻ എത്രത്തോളം അശാസ്ത്രീയമാണ് എന്ന് എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഈ കാലം എത്തുമ്പോഴാണ് ഖുർആൻ ഭയങ്കരമാണ് കേട്ടോ, ശാസ്ത്രത്തിനാണ് അബദ്ധങ്ങൾ സംഭവിച്ചത്. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമൊന്നുമല്ല, ഒരുപാട് വിഷയത്തിൽ ആ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.